ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ 24-ാമത്തെ അധ്യായത്തിൽ ടോട്ടലായിട്ട് 53 വാക്യങ്ങളാണുള്ളത്. 4 ഹെഡിങ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 യേശുവിൻ്റെ പുനരുദ്ധാനം, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 2 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു, 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളും. ലാസ്റ്റത്തേത് യേശുവിൻ്റെ സ്വർഗാരോഹണം, 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത്തെ ഹെഡിങ് മത്തായിലും മർക്കോസിലും യോഹനാനിലും 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മൂന്നാമത്തെ ഹെഡിങ് യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു, അതും നമ്മുടെ 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഹെഡിങ് ആയിട്ടുള്ള എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിനെക്കുറിച്ച് നൽകിയിരിക്കുന്നത് ലൂക്കാ സുവിശേഷകൻ മാത്രമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ചെറിയൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന പോലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട്. ഓക്കെ, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്. നാലാമത്തേത് 24-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് റീകളക്ട് ചെയ്യണം. അപ്പോൾ ലാസ്റ്റത്തെ അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ വാക്യം അല്ലെങ്കിൽ പാർട്ട് എന്തായിരുന്നു? യേശുവിൻ്റെ ശരീരം സംസ്കരിക്കുന്നതാണ്. അരിമത്യാക്കാരനായിട്ടുള്ള ജോസഫ് യേശുവിൻ്റെ ശരീരം ഏറ്റെടുത്ത് അത് തിടുക്കത്തിൽ സംസ്കരിക്കുന്നുണ്ട്. കാരണം എന്താണ്? പിറ്റേന്ന് സാബത്താണ്. അപ്പോൾ സാബത്തിൻ്റെ ആരംഭമാണ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിക്ക് മുന്നേ ആയിട്ട് ബോഡി സംസ്കരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ ജോസഫിനെ കുറച്ച് പേര് അനുഗമിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ഗലീലയിൽ നിന്ന് യേശുവിൻ്റെ പുറകെ വന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവർ ഇതുപോലെ ജോസഫിൻ്റെ അടുത്ത് വന്ന് ജോസഫിൻ്റെ കൂടെ നിന്ന് യേശുവിനെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത്, ഏത് കല്ലറയിലാണ് സംസ്കരിക്കുന്നത് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ യഹൂദ ആചാരം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞ ശരീരങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ലേപനം ചെയ്യും, പുരട്ടും, ശരീരം മൊത്തം പുരട്ടും. അതിന് കുറേ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ലാസ്റ്റ് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്ന് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സാബത്തിൻ്റെ ആരംഭമാണ്. ഇനി സാബത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വഴി മനസ്സിലാകാനും കല്ലറ മനസ്സിലാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ ജോസഫിൻ്റെ കൂടെ വന്ന് യേശുവിനെ എങ്ങനെയാണ് സംസ്കരിച്ചതെന്നൊക്കെ കണ്ടത്. അങ്ങനെ സാബത്തൊക്കെ ഇവർ ആചരിച്ച് സാബത്തിൻ്റെ പിറ്റേ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ, സാബത്ത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം യേശുവിന് ഇതുപോലെ ലേപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സ്ത്രീകൾ വന്നു കഴിയുമ്പോൾ അവർ കാണുന്ന കാഴ്ചകളും അവിടെ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളും അതെല്ലാമാണ് 24-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഹെഡിങ് ആയിട്ടുള്ള യേശുവിൻ്റെ പുനരുദ്ധാനം എന്നുള്ള ഹെഡിങ്ങിന് കീഴിൽ ലൂക്കാ സുവിശേഷകൻ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. ഒന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ എന്തൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു ഇൻഫർമേഷനാണ് അല്ലേ? സാബത്ത് ആചരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആ സ്ത്രീകൾ എന്ത് ചെയ്തു? ലേപന വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ തയ്യാറാക്കി. ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം, സാബത്ത് കഴിഞ്ഞ് വന്ന വെരി നെക്സ്റ്റ് ഡേ, അതേതാണ്? ഞായറാഴ്ചയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ എന്ന് പറയുമ്പോൾ ചെറിയൊരു വെട്ടമുണ്ട്, അവർക്കെല്ലാം കാണാൻ പറ്റുന്ന ഒരു പ്രകാശമുള്ളൊരു സമയം. ആ സമയത്താണ് അവർ കല്ലറയുടെ അടുത്തേക്ക് പോയത്. ആരാണ് ഈ അവർ? ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച് ജെറുസലേം വരെ എത്തിയ സ്ത്രീകൾ. അവരാണ് ഈ അവർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. രണ്ടാമത്തെ വാക്യം, കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. എന്താണ് അവർ കണ്ടത്? അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അവർക്ക് വളരെയധികം ഷോക്കായിപ്പോയി അത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ വളരെയധികം അത്ഭുതമായിപ്പോയി അത് കണ്ടപ്പോൾ. കാരണം എന്താണ്? വളരെ ഭാരം കൂടിയ ഒരു കല്ലുകൊണ്ടിട്ടാണ് യേശുവിൻ്റെ കല്ലറ സീൽ ചെയ്തിരുന്നേച്ചത്. ആ കല്ലാണ് മാറ്റപ്പെട്ടതായിട്ട് അവർ കാണുന്നത്. അപ്പോൾ വളരെ ഭാരമുള്ളൊരു കല്ലാണ് ആ മാറ്റപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഷോക്കായിപ്പോൾ. ഇതെങ്ങനെ സംഭവിക്കും? ഒരാളെ കൊണ്ടോ 5-6 ആളുകളെ കൊണ്ടോ
ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. വലിയൊരു കൂട്ടം തന്നെ വേണം അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ അവർ ഭയങ്കര സർപ്രൈസ്ഡായി. അത് മാത്രമല്ല, ഇതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ കാര്യം? യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ കുറച്ച് അടയാളങ്ങളുണ്ടല്ലേ. ആ അടയാളങ്ങളിൽ ഒരു അടയാളമാണ് ഈ മാറ്റപ്പെട്ട കല്ല്. ഉരുട്ടി മാറ്റപ്പെട്ട കല്ല് യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു അടയാളമാണ്. മറ്റടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒഴിഞ്ഞ കല്ലറ, ശൂന്യമായി കിടക്കുന്ന കല്ലറ, അതേപോലെ യേശുവിനെ പുതപ്പിച്ചിരുന്ന തുണി. ഇതൊക്കെ യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ എവിഡൻസുകളാണ് കേട്ടോ. അതിലൊന്നാണ് എന്ത്? ഈ ഉരുട്ടി മാറ്റപ്പെട്ട കല്ല്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരുന്നു? ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി ഈ പോയ സ്ത്രീകൾ. അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഇതാണ് രണ്ടാമത്തെ എവിഡൻസ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ എവിഡൻസ് എന്താണ്? ശൂന്യമായിട്ടുള്ള കല്ലറ. ഇത് തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു എന്താ പറയുക, അടിത്തറ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്, ശൂന്യമായിട്ടുള്ള കല്ലറ. യേശു ഉയർത്തെഴുന്നേറ്റു. ഓക്കെ. അപ്പോൾ അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം അവർ കണ്ടില്ല. കാരണം അത്രമാത്രം ദൈവീകമായിട്ടുള്ള പവറുള്ള വ്യക്തിയായിരുന്നു യേശു എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവർ ഈ കണ്ട കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ്? ഉരുട്ടി മാറ്റപ്പെട്ട കല്ല്, ശൂന്യമായിട്ടുള്ള കല്ലറ, യേശുവിൻ്റെ ബോഡി അവിടെ ഇല്ല. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ എന്തായി? അമ്പരപ്പായി, ഷോക്കായിപ്പോയി. എന്താ ഇവിടെ സംഭവിച്ചേക്കണേന്ന് മനസ്സിലാകാതെ അവരങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന സമയത്താണ് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് 2 പേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഈ തിളങ്ങുന്ന വസ്ത്രങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനൊരു എന്താ പറയുക, സ്വർഗീയമായിട്ടുള്ളൊരു നേച്ചർ ഉണ്ട് അല്ലേ. തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് 2 പേര് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നാച്ചുറലായിട്ട് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഒരു സ്വർഗീയമായിട്ടുള്ളൊരു നേച്ചർ, സ്വഭാവം അതിനുണ്ട് അല്ലേ. 2, എന്തൊക്കെയോ ഒരു അധികാരമുള്ളവരാണ് ആ വന്നേക്കുന്നത്. എന്തൊക്കെയോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, പറഞ്ഞു തരാനായിട്ട് അധികാരപ്പെട്ടവരാണ് ആ വന്ന് നിൽക്കുന്നത്. അതാണ് ഈ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ഉള്ളവർ എന്നുദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മഹത്വം, ആത്മീയമായിട്ടുള്ളൊരു മഹത്വമാണ് ഈ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട 2 പേര്. അപ്പോൾ സ്വർഗീയമായിട്ടുള്ളൊരു അനുഭവം, അല്ലെങ്കിൽ സ്വർഗീയമായിട്ടുള്ള സ്വഭാവമുള്ള, അതേപോലെ തന്നെ വലിയൊരു അധികാരമുള്ള, നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അധികാരപ്പെട്ട് അഴച്ചിരിക്കുന്നവരാണ്. ഒപ്പം ആത്മീയമായിട്ടുള്ളൊരു മഹത്വം നമുക്കിവരിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള 2 പേര് ഈ അമ്പരന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വചനമാണ്. നമ്മുടെയൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ എന്ന് പറയുന്നതാണ് ഈ ഒരു വചനം എന്ന് പറയുന്നത്. ആദ്യം തന്നെ എന്താ സംഭവിക്കുന്നത്? ഈ രംഗം കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. കാരണം അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പെട്ടെന്ന് 2 എന്താ പറയുക, ആൾക്കാർ പ്രത്യക്ഷപ്പെടുക, അവർക്ക് ഇത്രമാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ടാകുക, ഇതൊന്നും നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ഭയമായി. കണ്ടപ്പോൾ തന്നെ ഭയമായി. പക്ഷെ ആ 2 പേരെന്താണ് അവരോട് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? ജീവിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവർക്കുള്ളിൽ കൺഫ്യൂഷൻ വരികയാണ്. കാരണം അവരുടെ മുമ്പിൽ വെച്ചാണ് യേശു പീഡിപ്പിക്കപ്പെട്ടത്, യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചത്, യേശുവിനെ സംസ്കരിച്ചതിനൊക്കെ സാക്ഷികളാണ്. എന്നിട്ടും ആ ദൂതന്മാർ വന്നിട്ട് പറയുന്നത് എന്താണ്? ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന്? അവർക്കാകെ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അവർ ആ ഉത്തരം ദൂതന്മാർ നിർത്തിയില്ല. ദൂതന്മാർ തുടരുകയാണ്, അവൻ ഇവിടെയില്ല. അവർ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾ അന്വേഷിച്ച് വന്ന യേശു ഇവിടെയില്ല, ഈ കല്ലറയിൽ ഇല്ല. അണ്ട ഉത്തരം കൊടുക്കുകയാണ് അതിന്, ഉയർപ്പിക്കപ്പെട്ടു. അവനിവിടെ ഇല്ല, പക്ഷെ അവൻ എന്ത് ചെയ്തു? ഉയർപ്പിക്കപ്പെട്ടു. മരണത്തിന് മേളിൽ യേശുവിൻ്റെ വിജയം അതാണ് ഇവിടെ കാണിക്കുന്നത്. അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഓക്കെ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. യേശു ഇത്രയും പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച രംഗം കണ്ടു നിന്ന സ്ത്രീകളാണ്, മാറത്തടിച്ച് കരഞ്ഞ സ്ത്രീകളാണ്. പെട്ടെന്ന് അവരുടെ ആ ഒരു സങ്കടം മാറി എന്തിലേക്ക് വരികയാണ്? പ്രതീക്ഷയിലേക്ക് അവർ വരികയാണ്, സന്തോഷത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഓക്കെ. 6ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 6ഉം 7ഉം ഒന്നിച്ചു പഠിക്കണം കേട്ടോ. 6ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. ഇത് പെട്ടെന്ന് നടന്നൊരു സംഭവമല്ല.
ദൂതന്മാർ പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് നടന്നൊരു തീരുമാനമോ പെട്ടെന്ന് നടന്നൊരു സംഭവമോ അല്ല, ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. യേശുവിന് അത് കറക്റ്റായിട്ട് അറിയാം, യേശു അത് കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാകാഞ്ഞതാണ് എന്ന് ദൂതന്മാർ ആ സ്ത്രീകളോട് പറയാണ് 6-ാമത്തെയും 7-ാമത്തെയും വാക്യത്തിൽ. 6-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അല്ലേ? അതാണ് ഒന്നാമതായിട്ട് അവർ സൂചിപ്പിക്കുന്ന കാര്യം. രണ്ടാമത് എന്താ പറയുന്നത്? അവൻ ക്രൂശിക്കപ്പെടും. മൂന്നാമത് എന്താണ്? 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പം 3 കാര്യങ്ങൾ യേശു ഓൾറെഡി ഗലീലയിലായിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് ഓർക്കുന്നില്ല. ഓക്കെ, 7-ാമത്തെ വാക്യം ഒന്നും കൂടി വായിക്കാം. ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. അപ്പോൾ നിങ്ങളതൊന്ന് റീകളക്ട് ചെയ്തെടുക്ക് എന്ന് ദൂതന്മാർ ആ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. 8-ാമത്തെ വാക്യമാണ് ആ സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു ടേണിംഗ് പോയിന്റ്. എന്താണത്? അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. കൺഫ്യൂഷനിലിരുന്ന ആൾക്കാർ പെട്ടെന്ന് റെക്കഗ്നിഷനിലേക്ക് എത്തി, അല്ലേ? തിരിച്ചറിവിലേക്ക് അവരെത്തി. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം അവർ, അല്ലേ? പെട്ടെന്ന് അവർക്ക് എന്ത് പറ്റി? തിരിച്ചറിവിലേക്ക് അവർ വരികയാണ്. ശരിയാണല്ലോ, അവൻ ഞങ്ങളോടിത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവിലേക്ക് അവർ വരികയാണ്. ഇതൊരു മാനസികമായിട്ടുള്ളൊരു തിരിച്ചുവരവല്ല, മറിച്ച് ഇതാ സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആത്മീയമായിട്ടുള്ളൊരു ഉണർവായി മാറി, ആത്മീയമായിട്ടുള്ളൊരു തിരിച്ചറിവായി മാറി. 8-ാമത്തെ വാക്യം, അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. അപ്പം ഇത് വലിയൊരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. എന്താണ്? ശൂന്യമായിട്ടുള്ള ആ കല്ലറയുടെ രഹസ്യം ആ സ്ത്രീകൾക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷേ സ്വർഗീയമായിട്ടുള്ളൊരു ഇടപെടൽ അതെന്തായിരുന്നു? ദൂതന്മാർ സ്വർഗീയമായിട്ടുള്ളൊരു ഇടപെടലിലൂടെ അവർക്ക് ആ വലിയ തിരിച്ചറിവ് ലഭിക്കുകയാണ്. ആ ശൂന്യമായിട്ടുള്ള കല്ലറയുടെ രഹസ്യം, സീക്രട്ട് അവർക്ക് മനസ്സിലാകുകയാണ്. ഇതുപോലെയാണ് യേശുവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്വർഗീയമായിട്ടുള്ളൊരു ഇടപെടൽ നമുക്ക് ആവശ്യമാണ്. ഏത് രൂപത്തിലാണ് നമുക്കത് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ യേശു പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, തിരിച്ചറിവിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, 9-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. കല്ലറയിങ്കിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. മറ്റൊരു അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, യേശുവിനെ നമ്മൾ അനുഭവിച്ചറിയാമെന്ന് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങണം. ഓക്കെ, ആ സ്ത്രീകൾ അതാ ചെയ്തത്. അവരത് കേട്ട് മിണ്ടാതെ പോയി വീട്ടിൽ പോയി ഇരുന്നില്ല, മറിച്ച് യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന ആ 11 പേരെയും, യൂദാസ് ഒഴികെയുള്ള 11 ശിഷ്യന്മാരെയും ഒപ്പം മറ്റെല്ലാവരെയും, യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് യേശുവിൻ്റെ പിന്നാലെ കൂടിയ, യേശുവിനെ സ്നേഹിച്ച, യേശുവിൻ്റെ മരണത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ സ്ത്രീകൾ ചെന്ന് ഈ നല്ല വാർത്ത അറിയിക്കുകയാണ്. അപ്പം നമ്മളോടും ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ യേശുവിനെ അല്ലെങ്കിൽ ഈശോയെ അനുഭവിച്ചാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൂടി കൊടുക്കുമ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് 9-ാമത്തെ വാക്യം. കല്ലറയിങ്കിൽ നിന്ന് തിരിച്ചു വന്നവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. 10-ാമത്തെ വാക്യത്തിൽ ആരൊക്കെയായിരുന്നു ഈ സ്ത്രീകൾ? അതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം മഗ്ദലന മറിയം, നമുക്ക് എല്ലാവർക്കും അറിയാം മഗ്ദലന മറിയം ആരാണെന്ന്. രണ്ടാമത്തത് യോവാന. ആരാണ് ഈ യോവാന? നമ്മുടെ ഈ ഹേറോദോസില്ലേ, ഹേറോദോസിൻ്റെ കാര്യസ്ഥനുണ്ട്, ചൂസ എന്നാണ് ആ കാര്യസ്ഥൻ്റെ പേര്. ഈ കാര്യസ്ഥൻ്റെ ഭാര്യയാണ് ആക്ച്വലി ഈ യോവാന എന്ന് പറയുന്നത്. അടുത്തത് യാക്കോബിൻ്റെ അമ്മയായ മറിയം. യാക്കോബ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ യാക്കോബാണ് കേട്ടോ. ചെറിയ യാക്കോബിൻ്റെ അമ്മയായ മറിയം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? 3 പേരുടെ പേരാണ് എടുത്തു പറയുന്നത്. 1 മഗ്ദലന മറിയം, 2 യോവാന, 3 യാക്കോബിൻ്റെ അമ്മയായ മറിയം. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളുമാണ് ഈ കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. അപ്പോസ്തലന്മാർ ചെന്ന് ഈ സ്ത്രീകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. 3 സ്ത്രീകളുടെ പേരാണ് എടുത്ത് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത്, പിന്നെ കളക്റ്റീവായിട്ട് മറ്റ് സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് 10-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ, അവർ അവരെ വിശ്വസിച്ചില്ല. അപ്പോൾ അവർക്ക്, അപ്പോസ്തലന്മാർക്ക് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം അന്ന് വരെ അവർ കേൾവിയില്ലാത്തൊരു കാരണമാണ് മരിച്ചൊരാൾ, സംസ്കരിച്ച ഒരാൾ തനിയെ സ്വന്തം കഴിവുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് അവർക്കത് വിശ്വസിക്കാൻ കൂടി പറ്റാത്തൊരു
കാര്യമായിരുന്നു. അവരൊരു കെട്ടുകഥ പോലെ, ഒരു നോൺസെൻസ് ആയിട്ടാണ് അവരതിനെ കണ്ടത്. അത്രയും ഇമ്പോർട്ടൻസേ അപ്പോസ്തലന്മാർ ആ ഒരു കാര്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, അപ്പോസ്തലന്മാരുടെ വിശ്വാസരാഹിത്യം, വിശ്വാസക്കുറവ്, അവരുടെ കഠിനമായിട്ടുള്ള ഹൃദയം, പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെ മടി. അതാണ് ആദ്യത്തെ കാര്യം, അവരുടെ വിശ്വാസമില്ലായ്മ. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് വീണ്ടും 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 അവരെന്തിനു വേണ്ടി തിരയാണ്? എവിഡൻസുകൾ അന്വേഷിച്ച് പോവാണ്. അവർക്ക് വീണ്ടും വീണ്ടും എന്ത് കിട്ടണം? വിശ്വാസം വന്നെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പോൾ അവരിങ്ങനെ തെളിവുകൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങളുടെ മുന്നിൽ വരാതെ ഞങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു സ്റ്റാൻഡിലാണ് അപ്പോസ്തലന്മാർ നിൽക്കുന്നത്. അതാണ് ആ പറയുന്നത്, അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ, അവർ അവരെ വിശ്വസിച്ചില്ല. ഓക്കെ, 12ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്നാൽ നമുക്കറിയാം, തിടുക്കക്കാരൻ ഒരാളുണ്ട് കൂട്ടത്തിൽ, അല്ലേ? യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരു തിടുക്കക്കാരനുണ്ട്. ആരാണത്? പത്രോസ് ലീഹ. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടി. അപ്പോൾ തിടുക്കക്കാരനായിട്ടുള്ള പത്രോസ് കേട്ട പാതി എന്ത് ചെയ്തു? കല്ലറയെങ്കിലേക്ക് ഓടി. വിശ്വാസം കൊണ്ടിട്ടാണോ പത്രോസ് ഓടിയത്? അല്ല. തൊട്ട് മുന്നേ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവർ അപ്പോസ്തലന്മാർ സ്ത്രീകളെ വിശ്വസിച്ചില്ല. സ്ത്രീകൾ പറഞ്ഞതെല്ലാം കെട്ടുകഥയായിട്ടാണ് തോന്നിയത്. പിന്നെ എന്തുകൊണ്ടിട്ടായിരിക്കും പത്രോസ് ലീഹ ഓടിയിട്ടുണ്ടാവണത്? അവൻ്റെ വിശ്വാസക്കുറവ് സത്യമാണോ നുണയാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്, അവൻ്റെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് പത്രോസ് ലീഹ നേരെ കല്ലറയിലേക്ക് ഓടിയത്. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് ഓടി കുനിഞ്ഞ് അകത്ത് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ 3ാമത്തെ ക്ലൂ. നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് 3 തെളിവുകളിൽ 3ാമത്തെ തെളിവ് യേശുവിനെ പൊതിഞ്ഞിരുന്ന ആ ഒരു തുണി. ഓക്കെ, ആ തുണി അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ പത്രോസ് ലീഹ കുനിഞ്ഞ് കല്ലറയിൽ കൂടി നോക്കിയപ്പോൾ എന്ത് ക്ലൂവാണ് കിട്ടിയത്? യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണി കിട്ടി. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്? സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്നാണോ പറയുന്നത്? അല്ല, അപ്പോഴും അവൻ എന്താണ്? സർപ്രൈസാണ്. എന്തായി സംഭവിച്ചേക്കണേ? മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. യേശു തൊട്ടു മുന്നേ 3 പ്രാവശ്യം തൻ്റെ മരണത്തിനെക്കുറിച്ചും ഉദ്ധാനത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്ത ശിഷ്യനാ. എന്നിട്ട് പോലും പത്രോസ് ലീഹയ്ക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പറയുന്നത് എന്താണ്? അവൻ സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. വിശ്വസിച്ചിട്ടല്ല പോയത്, കൺഫ്യൂഷനോടുകൂടിയാണ് അവൻ വീണ്ടും തിരിച്ചു പോയത്. താൻ കണ്ട കാര്യങ്ങളെ മൊത്തപ്പാടെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പത്രോസ് ലീഹായ്ക്കും മനസ്സ് വന്നില്ലായിരുന്നു. അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാനായിട്ട് പത്രോസ് ലീഹയ്ക്ക് സാധിച്ചില്ല. എന്തിൻ്റെ പൊരുൾ? ശൂന്യമായിട്ടുള്ള കല്ലറയുടെയും ആ ഒഴിഞ്ഞു കിടക്കുന്ന തുണിയുടെയും ഒക്കെ പൊരുൾ മനസ്സിലാക്കാനായിട്ട് പത്രോസ് ലീഹയ്ക്കും സാധിച്ചില്ല. അപ്പോൾ പത്രോസ് ലീഹ എന്തിനായിരിക്കും വന്നേക്കണേ? വെരിഫൈ ചെയ്യാൻ, ആ സ്ത്രീകൾ പറഞ്ഞത് സത്യമാണോ നുണയാണോ. വിശ്വാസത്തിന് ഇവിടെ ഒരു പ്രാധാന്യവും പത്രോസ് ലീഹ കൊടുക്കുന്നില്ല. വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് പത്രോസ് ലീഹ കല്ലറയുടെ അടുത്തേക്ക്. ഓക്കെ, ഇതാണ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, ഇതാണ് 2ാമത്തെ ഹെഡിങ്. 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഹെഡിങ്ങിന് കീഴിൽ ഉള്ളത്. നമുക്ക് 13ാമത്തെ വാക്യം നോക്കാം. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ആ ദിവസം തന്നെ എന്ന് പറയുമ്പോൾ എന്താണ്? മഗ്ദലന മറിയത്തിനും കൂട്ടർക്കും യേശു പുനരുദ്ധാനം ചെയ്തു എന്ന് മനസ്സിലായ ദിവസം. അവർ ആ സത്യം വന്ന് യേശുവിൻ്റെ അപ്പോസ്തലന്മാരെയും മറ്റ് ശിഷ്യന്മാരെയും ഒക്കെ അറിയിച്ച ആ ദിവസം തന്നെ 2 പേര്, യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോസ്തലന്മാരല്ല, മറിച്ച് യേശുവിൻ്റെ പഠനങ്ങൾ ഇഷ്ടപ്പെട്ട്, യേശുവിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ട്, യേശുവിൻ്റെ പിന്നാലെ കൂടി ജെറുസലേമിൽ എത്തിയവർ, യേശുവിൻ്റെ മരണം നേരിൽ കണ്ടവർ, യേശുവിൻ്റെ സംസ്കാരം നേരിൽ കണ്ട ആൾക്കാരാണ് ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് യേശുവിനെ ഇഷ്ടപ്പെട്ട് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവർ. ആ കൂട്ടത്തിൽ 2 പേര് തങ്ങളുടെ സ്വന്തം ഗ്രാമമായിട്ടുള്ള എമ്മാവൂസിലേക്ക് തിരിച്ചു പോവാണ്. ജെറുസലേമിൽ 3 ദിവസം അവർ യേശു മരിച്ചതിന് ശേഷം തങ്ങി, എന്നിട്ട് അവർ തിരിച്ച് അവരുടെ സ്വന്തം ഗ്രാമമായിട്ടുള്ള എമ്മാവൂസിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോൾ ജെറുസലേമും എമ്മാവൂസും തമ്മിലുള്ള ദൂരം എത്രയാണ്? 60 സ്താദിയോൺ. സ്താദിയോൺ എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ഒരു സ്താദിയോൺ എന്ന് പറയുന്നത് 185 മീറ്ററാണ്. അങ്ങനെ 60 സ്താദിയോൺ ദൂരെയുള്ള എമ്മാവൂസിലേക്ക് അവർ നടന്ന് തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ ജെറുസലേം. ജെറുസലേമിൽ നിന്ന് 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമം ഇവിടെയാണ്. അപ്പോൾ ഇവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന വഴിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഈ ഹെഡിങ്ങിന് കീഴിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്.
14 വാക്യം, ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഏത് സംഭവങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്? 1, യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട്. 2, യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട്. 3, യേശുവിനെ സംസ്കരിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട്. 4, യേശു ആ ശവകുടീരത്തിൽ ഇല്ലാത്ത അവസ്ഥ, സ്ത്രീകൾ കണ്ടിട്ട് അവരോട് വന്ന് പറഞ്ഞ അവസ്ഥ, സ്ത്രീകൾ സാക്ഷിയായ കാര്യങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിച്ചുകൊണ്ടിട്ടാണ് അവരവരുടെ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവർ അത്രമാത്രം വിഷമത്തോടു കൂടിയാണ്, അത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം വിശ്വസിച്ചിരുന്നില്ല. ഇവരും വിസ്മയത്തോടു കൂടിയാണ്, ഒരു സർപ്രൈസിങ് ആയിട്ടാണ് ഇവരും ആ കാര്യത്തെ കണ്ടിരിക്കുന്നത്. ഒരു ഷോക്കായിട്ടാണ് അവരും ഈ കാര്യത്തെ കണ്ടിരിക്കുന്നത്. വിശ്വസിച്ചിട്ടില്ല ഇവരും അതിനെക്കുറിച്ച് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഗ്രാമത്തിലേക്ക്. 15 വാക്യം നമുക്ക് നോക്കാം. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്താ പറയുന്നത്? അവർ ആക്റ്റീവായിട്ട് സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുക. കാരണം അവർ സംസാരിക്കുന്നുമുണ്ട്, പരസ്പരം ഓരോ കാര്യങ്ങളും വാദിക്കുന്നുമുണ്ട്. അത്രയും ആക്റ്റീവായിട്ട് അവരിങ്ങനെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ കണ്ട കാര്യങ്ങൾ, കഴിഞ്ഞ ഒരാഴ്ച സംഭവിച്ച കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ ഒരു സത്യം അവർക്ക് കാണാൻ പറ്റാണ്ടായി. യേശു അവരുടെ കൂടെ, അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ്? യേശു അവരുടെ കൂടെ, അവരുടെ ഒപ്പം യാത്ര ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. 16 വാക്യത്തിൽ പറയാണ്, യേശു അവരുടെ ഒപ്പം യാത്ര ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്നാൽ തൻ്റെ കൂടെ നടക്കുന്നത് യേശുവാണെന്നും യേശു കൂടെ ഉണ്ടെന്നും തിരിച്ചറിയാനായിട്ട് ആർക്ക് സാധിച്ചില്ല? ഈ ശിഷ്യന്മാർക്ക് 2 പേർക്കും സാധിച്ചില്ല. അവിടെ കൊടുക്കുന്നൊരു വാക്കും എന്താണ്? കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ കണ്ണുകൾ മൂടിക്കെട്ടിയതാണോ? അല്ല. യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം അവർ ആത്മീയ അന്ധത ബാധിച്ചവരായിരുന്നു അവർ. ആ സമയം അവർക്ക് സ്പിരിച്വലായിട്ടുള്ളൊരു ബ്ലൈൻഡ്നെസ് അവർക്ക് വന്നു. സത്യം മുന്നിലുണ്ടായിട്ടും അത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയില്ലേ? അത് വിശ്വാസത്തിന് വന്ന ഒരു മറയാണ്. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കത് യേശുവാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ഇപ്പോഴും വിശ്വാസത്തിന് പകരം എന്തെന്നാണ്? കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ വിശ്വാസത്തിന് പകരം എന്തെന്നാണ്? അത്ഭുതമാണ്. വിശ്വാസത്തിന് പകരം എന്തെന്നാണ്? ഷോക്കാണ് കേട്ട കാര്യങ്ങൾ. അപ്പോൾ ആ വിശ്വാസത്തിന് സംഭവിച്ച ഒരു മറ കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവർക്ക് ആത്മീയമായിട്ടുള്ള ഒരു അന്ധത ബാധിച്ചത് കൊണ്ടിട്ട് ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സത്യത്തെ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. ഇത് ഫിസിക്കലായിട്ടുള്ള കണ്ണുമൂടിക്കെട്ടിനെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് മാനസികമായിട്ടും ആത്മീയമായിട്ടും അവർക്ക് ഒരു മൂടൽ സംഭവിച്ചിരിക്കുകയാണ്. അത് യേശുവാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇവർക്ക് അന്ധത ബാധിക്കാനായിട്ട്, ഈ ഒരു മാനസികം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു അന്ധത ബാധിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം ഇവരെല്ലാവരും സാധാരണ ആൾക്കാരാണ്. യേശു പറയുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഗ്രഹിക്കാനായിട്ട് അവർക്ക് ആക്ച്വലി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി യേശു അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിക്കും, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഇതിന് തന്നെയാണ്, മരിക്കും, പക്ഷെ മഹത്വത്തോടെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇവർ മനസ്സിലാക്കി വെച്ചതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇവർ യേശുവിനെ കണ്ടത് ആരായിട്ടാണ്? രാജാവായിട്ടാണ് അല്ലേ? യേശുവിനെ കണ്ടത് ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ്. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വരവുണ്ട് യേശുവിന്, ഒരു രാജാവിനെ പോലെ പ്രൗഢമായിട്ട് യേശു വരും എന്നാണ് ആക്ച്വലി ഇവർ വിചാരിച്ചിരിക്കണേ. രാജാവിനെ പോലെ തിളങ്ങുന്ന വസ്ത്രങ്ങളും കിരീടമൊക്കെ ധരിച്ച് വരും എന്നാണ് ഇവർ വിചാരിച്ചിരിക്കണേ. ഇത്രയും സിമ്പിളായിട്ട്, ഇത്രയും വലിയ മഹത്വത്തോടെ ഇരുന്നാലും ഇത്രയും സിമ്പിൾ ആൻഡ് ഹമ്പിൾ, വിനയത്തോടു കൂടി യേശു വരും എന്നുള്ളത് ഇവരാരും വിചാരിച്ചിട്ടില്ല. ഇവർ വിചാരിച്ചിരിക്കുന്ന യേശുവിൻ്റെ വരവ് എങ്ങനെയാണ്? രാജാവിനെ പോലത്തെ ഒരു വരവാണ്. അതുകൊണ്ടിട്ടും കൂടിയാണ് അവർക്കത് യേശുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. 17 വാക്യം നമുക്ക് നോക്കാം. അവൻ അവരോട് ചോദിച്ചു. അപ്പോൾ യേശുവിന് അവരോട് സംസാരിക്കണം. യേശുവിന് കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്, അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനുണ്ട്. അതുകൊണ്ടിട്ട് യേശു തന്നെയാണ് ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അപ്പോൾ യേശു ചോദിക്കുന്നത് എന്താണ്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ എന്നോട് പറ. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ തോട്ട്സും നിങ്ങൾ എന്നോട് പറ, ഞാനത് കേൾക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സംവാദം യേശു അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യേശുവാണ് അവിടെ ഇനീഷ്യേറ്റ് ചെയ്യണത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഈ ശിഷ്യന്മാർ 2 പേരുടെയും മുഖഭാവം എങ്ങനെയായിരുന്നു? മ്ലാനവദനരായി നിന്നു. എങ്ങനെയാണ് അവർ നിന്നത്?
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സങ്കടം അവരുടെ മുഖത്ത് തെളിവായിട്ട് കാണാമായിരുന്നു. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു വിഷമത്തിൻ്റെ ആ ഒരു കാഠിന്യം അവരുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. അതാണ് പറയുന്നത്, അവർ മ്ലാനവദനരായി നിന്നു. തിരിച്ച് പറയാൻ പറ്റാതെ അവർ ഒരു എക്സ്പ്രഷൻ ഇട്ട് അവർ നിന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവരിൽ 2 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അവരിൽ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ക്ലെയോപ്പാസ്. എന്താണ് ഒരാളുടെ പേര്? ക്ലെയോപ്പാസ്. അവരിൽ ക്ലെയോപ്പാസ് എന്ന പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? യേശു ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ക്ലെയോപ്പാസ് ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്തവനാണോ നീ? യേശു എല്ലാം അറിയുന്നവനാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും, ഹൃദയത്തിലെ വിചാരങ്ങൾ വരെ മനസ്സിലാക്കാൻ കഴിയുന്നവനാണ്. ആ യേശുവിനോടാണ് ചോദിക്കുന്നത്, ഇതൊന്നും അറിയാത്തവനാണോ നീ? രണ്ടാമത് എന്താണ്? അപരിചിതനാണോ നീ? യേശു എല്ലാവരോടും അടുത്ത് നിൽക്കാൻ ശ്രമിച്ചവനാണ്. യേശു ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് തോന്നിയ ആൾക്കാരാണ് ഈ ക്ലെയോപ്പാസും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ശിഷ്യനും. എന്നിട്ടും അവൻ യേശുവിനോട് ചോദിക്കുകയാണ്, ഇതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? 2 എക്സ്ട്രീം വാക്കുകളാണ് ക്ലെയോപ്പാസ് യേശുവിനോടായിട്ട് ചോദിക്കുന്നത്. ഇനി 19-ാമത്തെ വാക്കിൽ യേശു മറുചോദ്യം ചോദിക്കുന്നതും അതിനവർ പറയുന്ന ഉത്തരവുമുണ്ട് കേട്ടോ. അവൻ ചോദിച്ചു ഏത് കാര്യങ്ങൾ? ഒന്നും അറിയാത്ത രീതിയിൽ അവരുടെ ഉള്ളിലെ ഹൃദയവിചാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യേശു അവരോട് ചോദിച്ചു, എന്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ അവർ തിരിച്ചുത്തരം പറയാണ്, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. ആരെക്കുറിച്ചാണ്? യേശുവിൻ്റെ ഐഡൻറ്റിറ്റി പറയാണ്. ആരാണ്? നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ, ആരുടെയൊക്കെ മുൻപിലാണ്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. യേശു ഒരു പ്രവാചകനായിട്ട് ആ ശിഷ്യന്മാർ അംഗീകരിച്ചിരുന്നു. യേശു പറയുന്ന ഓരോ പ്രവചനത്തിലും യേശുവിൻ്റെ ശുശ്രൂഷയിലും അവരത്രമാത്രം വിശ്വസിച്ചിരുന്നു. അതാണ്, അവൻ ശക്തനായ പ്രവാചകനായിരുന്നു. യേശുവിൻ്റെ വാക്കുകളും യേശുവിൻ്റെ പ്രവൃത്തികളും അവർക്ക് അത്രമാത്രം സ്വാധീനം ചെലുത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ അവൻ വാക്കിലും പ്രവൃത്തിയിലും ഒരു ശക്തനായ പ്രവാചകനായിരുന്നു. ഏറ്റവും വലിയൊരു വിളിച്ചു പറയലാണല്ലേ, അവരുടെ ഉള്ളിൽ യേശുവിനെ ഏറ്റുപറയുന്നൊരു അവസരമാണ്. പക്ഷെ അത് തെറ്റായ ഒരു അവസരത്തിലാണ് അവർ ഏറ്റുപറയുന്നത്. യേശുവാണ് മുന്നിൽ നിൽക്കുന്നത്, അത് മനസ്സിലാക്കാതെയാണ് അവർ ഏറ്റുപറയുന്നത്. എങ്കിൽ പോലും അത് അവരുടെ ഒരു സാക്ഷ്യം പറച്ചിലാണല്ലേ. നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. കഴിഞ്ഞില്ല. 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും, അവൻ അത്രമാത്രം നീതിമാനായിരുന്നിട്ടും ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. എന്തിനാ ഇവരുടെ പേരിങ്ങനെ പറയുന്നത്? പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും പറയുന്നത് എന്താണ്? ഈ കൂട്ടർക്കാണ് യേശുവിൻ്റെ മരണത്തിലും യേശുവിൻ്റെ ആ ഒരു പീഡാസഹനത്തിലും ഏറ്റവും വലിയ പങ്കുള്ളത്. യേശുവിൻ്റെ കുരിശുമരണത്തിന് ചുക്കാൻ പിടിച്ച ആൾക്കാരാണ് ഇവർ. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊന്തിയോസ് പിലാത്തോസിൻ്റെ അടുത്ത് വാറൻ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയവരാണ് അല്ലേ. അപ്പോൾ യേശുവിൻ്റെ മരണത്തിലും യേശുവിൻ്റെ സഹനത്തിലും ഉത്തരവാദികളാണ് ആക്ച്വലി ആര്? ഈ പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും. അതെടുത്തു പറയാണ് ഇവർ. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ, യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെ അടുത്ത്? പൊന്തിയോസ് പിലാത്തോസിൻ്റെ അടുത്ത്. മാത്രമല്ല, അവനെ കൊണ്ടുപോയി ക്രൂശിക്കുകയും ചെയ്തു. ക്രൂശിക്കാൻ ചുക്കാൻ പിടിച്ചവരാണ്. കാരണം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഈ മനുഷ്യനെ എന്ത് വേണേലും ചെയ്തോളാനാണ് പൊന്തിയോസ് പിലാത്തോസ് പറഞ്ഞത്. അവനെ ക്രൂശിച്ചത് ആരാണ്? ഈ നേതാക്കന്മാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു പങ്കിനെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശുവിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു പ്രതീക്ഷയാണ് അവർ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. അപ്പോൾ റോമാക്കാരുടെ ഈ ഭീകരമായ ഭരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ റോമൻ നേതാക്കന്മാരുടെ ഈ ക്രുവലിറ്റിയിൽ നിന്ന്, ഇത്രയും നിഷ്കരുണമായിട്ടുള്ള ഒരു അധികാരത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാൻ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇവരെല്ലാവരും യേശുവിനെ കണ്ടത്. അപ്പോൾ ആ ഒരു യേശുവിനെ കുറിച്ചിട്ടുള്ളൊരു പ്രതീക്ഷയാണ് അവരാ പറയുന്നത്. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഓക്കെ, യേശു മരിച്ചു കഴിഞ്ഞിട്ട് ഇത് ഏകദേശം ഒരു 3 ദിവസമായിട്ടുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. എന്താ പറയുന്നത്?
ഞങ്ങളൊന്ന് സർപ്രൈസ് ചെയ്തു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ. ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു. അവരിന്ന് രാവിലെ യേശുവിൻ്റെ ശരീരം ലേപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കല്ലറയിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് എന്താ പറ്റിയത്? അവൻ്റെ ശരീരം അവരവിടെ കണ്ടില്ല. എന്താ പറയുന്നത്? അവൻ്റെ ശരീരം, അവൻ്റെ ബോഡി, അവൻ്റെ തിരുശരീരം ആ കല്ലറയുടെ അകത്ത് ആ സ്ത്രീകൾ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങൾ അവർ അറിയിച്ചു. ഒന്ന്, 2 ദൂതന്മാർ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രത്യക്ഷപ്പെടുക മാത്രമല്ല ചെയ്തത്, യേശുവിനെ ഇവിടെ അന്വേഷിക്കേണ്ട, മരിച്ചവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവനെ അന്വേഷിക്കേണ്ട, അവനിവിടെ ഇല്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു സത്യം ഞങ്ങളെ അറിയിക്കുക കൂടി ചെയ്തിട്ടാണ് ആ ദൂതന്മാർ അപ്രതീക്ഷിതമായത് എന്നുള്ള ആ വലിയൊരു റിയാലിറ്റി അവർ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. ആരെക്കുറിച്ചാണ് പറയുന്നത്? പത്രോസ്ലിഹാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തിടുക്കക്കാരൻ ഓടിച്ചെന്ന് കല്ലറയിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടു. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. കാരണം എന്താണ്? യേശുവിൻ്റെ ശരീരം അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇവർക്ക്? യേശു ഡയറക്റ്റ് വരണം. യേശു ഡയറക്റ്റ് വന്നാൽ മാത്രമേ ഇവരെല്ലാവരും യേശു ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കുകയുള്ളൂ. അവനെ അവർ കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? ഇനി 25-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഇത്രയും ശിഷ്യന്മാർ പറയുന്നത് കേട്ട് ക്ഷമയോടുകൂടി കേട്ട് നിന്ന് യേശു പെട്ടെന്ന് അങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡായി, പെട്ടെന്ന് അങ്ങോട്ട് നിരാശ വരികയാണ് ഇതൊക്കെ കേട്ടിട്ട്. എന്നിട്ട് യേശു അവരോട് പറയണം, ആദ്യം തന്നെ വിളിക്കുന്നത് എന്താണ്? ഫൂളിഷായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവനെ, ഭോഷന്മാരെ. എന്താ കാര്യം? പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. എന്തെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യപുത്രൻ ഇതുപോലെ സഹിക്കുമെന്നും ഇതുപോലെ ക്രൂശിക്കപ്പെടുമെന്നും മരിക്കുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും വലിയ പ്രവാചകന്മാരെല്ലാവരും എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, പറഞ്ഞ കാര്യമാണ്. ജെറേമിയ പ്രവാചകൻ, ഏഷ്യ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകൻ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. അതൊന്നും മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഹൃദയമില്ലാത്തവരെ, ഹൃദയം മന്ദീഭവിച്ചവരെ, ഭോഷന്മാരെ എന്നാണ് യേശു ആ ശിഷ്യന്മാരെ 2 പേരെയും അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് സൂചന തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ഈ കാര്യങ്ങൾ വായിച്ചറിഞ്ഞവരാണ്. എന്നിട്ട് പോലും നിങ്ങൾക്ക് ആ സൂചന ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പ്രവാചകന്മാർ പറഞ്ഞത് തന്നെക്കുറിച്ചാണ്, യേശുവിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല. ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് യേശു ആ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്നത്. 26-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ചോദിക്കുകയാണ്. യേശു ക്രിസ്തു ഇതെല്ലാം സഹിച്ചിട്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ക്രിസ്തു മഹത്വപ്പെടേണ്ടതിന് ഈ സഹനം അനിവാര്യമായിരുന്നില്ലേ? ഈ സഹനത്തിലൂടെ മാത്രമല്ലേ ക്രിസ്തുവിന് മഹത്വത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നുള്ളൂ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ യേശു അവരുടെ മുന്നിൽ ചോദിക്കുകയാണ്. ഓക്കെ, ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും ഇത്രയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും യേശു തൻ്റെ ആ ഒരു നേച്ചറുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു നേച്ചറുണ്ട് യേശുവിന്, അല്ലേ? യേശുവിൻ്റെ പഠന രീതി, പഠിപ്പിക്കുന്ന രീതി ഭയങ്കര എന്താ പറയുക, ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും അത്രമാത്രം പ്രിയങ്കരമായിട്ടുള്ള രീതിയിലാണ് യേശു അത് പറഞ്ഞു കൊടുക്കുന്നത്. അത് യേശുവിൻ്റെ ഒരു ശൈലിയായിരുന്നു. 27-ാമത്തെ വാക്യത്തിൽ യേശു അത് വീണ്ടും ഇവരോടും കാണിക്കുന്നുണ്ട്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത്രയും ദേഷ്യപ്പെട്ട് അത്രയും നിരാശയിലിരിക്കുന്ന സമയത്ത് പോലും യേശു അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? മോശ തുടങ്ങി മറ്റനവധി പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, മനുഷ്യപുത്രനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വിശുദ്ധ ലിഖിതത്തിലുണ്ട്. ഇതെല്ലാം യേശു എന്ത് ചെയ്യാണ്? അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ആ ശിഷ്യന്മാർക്ക് ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ പൊരുൾ മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെയാണ് ബൈബിളിലെ ഓരോ കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ ലെൻസിലൂടെ കണ്ടാൽ മാത്രമേ അതിൻ്റെ ആഴവും പൊരുളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മാനുഷികമായിട്ടുള്ള രീതിയിലാണ് നമ്മളത് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ടത് പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൽ നിന്ന് നമ്മൾക്ക് ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ലെൻസിലൂടെ നമ്മളത് നോക്കി കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ആശ്വാസമായിട്ട് മാറും. നമ്മളത് വായിക്കുന്നതിൻ്റെ പേർപ്പസ് സാക്ഷാത്കരിക്കും. ഓക്കെ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇനി 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അപ്പോൾ എവിടേക്ക് എത്തി? ഇപ്പോൾ ജെറുസലേമിൽ നിന്ന് വഴി മധ്യേ യേശു അവരുടെ കൂടെ കൂടി എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് എത്തി അല്ലേ, ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അപ്പോൾ ഇവരുടെ കമ്പനി വിടുകയാണ്, യേശു തൻ്റെ യാത്ര തുടരുകയാണ് എന്ന് യേശു ഭാവിച്ചു. അങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ ഈ ശിഷ്യന്മാർക്ക് കിട്ടി. 29-ാമത്തെ വാക്യത്തിൽ അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ അതിയായ ഒരു ആഗ്രഹം വരികയാണ്. യേശു പഠിപ്പിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അവർക്ക്. ആ ഒരു പഠനം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യേശുവിനോട് അവർ ചോദിക്കുകയാണ്. യേശുവിൻ്റെ വ്യക്തിത്വം പോലും മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ അവർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇന്ന് ഞങ്ങളോട് കൂടി താമസിക്കുക. അതിനവർ പറയുന്ന റീസൺ എന്താണ്? നേരം വൈകി, പകൽ അസ്തമിക്കാറായി. അപ്പോൾ ഈ രാത്രി ഇന്ന് ഞങ്ങളുടെ കൂടെ കഴിയുക. രാത്രിയുള്ള യാത്ര കുറച്ച് ദുഷ്കരമായിരിക്കും, അപ്പം ഞങ്ങളുടെ കൂടെ രാത്രി സ്റ്റേ ചെയ്ത് പിറ്റേന്ന് പോകാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് അവർ പറയുന്ന ഒരു റീസണാണ്. ശരിക്കും അവരുടെ ഉദ്ദേശം എന്താണ്? അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്, യേശുവിൽ നിന്ന് വീണ്ടും പഠിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അത് യേശുവാണെന്ന് അവർക്ക് അറിയില്ല. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി അവർക്ക് അവിടെ വെളിവാകുന്നില്ല, മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത് കേട്ട പാതി യേശുവിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവൻ അവരോട് കൂടെ താമസിക്കാൻ കയറി. അവർ ചോദിച്ചത് കൊണ്ടിട്ടാണ് യേശു അവരോട് കൂടെ താമസിക്കാൻ തയ്യാറായത് അല്ലേ. അവരവിടെ ചോദിച്ചില്ലായിരുന്നെങ്കിലോ യേശു ആ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നോ? താൻ ഉദ്ധിതനായ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നോ? ഇല്ല. ഇതുപോലെ നമ്മളും നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മളുടെ ഹൃദയത്തിലേക്കും യേശുവിനെ ക്ഷണിക്കണം. ക്ഷണിച്ചാൽ മാത്രമേ യേശു നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുള്ളൂ. നമ്മുടെ ക്ഷണം കാത്തു നിൽക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിൽ തന്നെ തൊട്ട് മുന്നേ എന്താ പറഞ്ഞേ? അവൻ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. യേശു അത് ഭാവിച്ചിട്ടുണ്ടെങ്കിൽ യേശു അത് മനസ്സിൽ തീരുമാനിച്ചതാണ്, ഓക്കെ ഞാൻ ഈ യാത്ര തുടരും. അങ്ങനെ തീരുമാനിച്ച യേശുവിനെ അവിടെ സ്റ്റേ ചെയ്യാൻ പാകത്തിന് മനസ്സ് മാറ്റി. എന്ത്? അവരുടെ ഒരു ചോദ്യം, ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കൂ, ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രി ചെലവഴിക്കൂ. യേശു എന്താണ് അതിന് റിയാക്ഷൻ കൊടുത്ത് റെസ്പോൺസ് ചെയ്തത്? എങ്ങനെയാണ്? അവൻ അവരോട് കൂടെ താമസിക്കാൻ കയറി. 30-ാമത്തെ വാക്യം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിമ്പലായിരുന്നു, ഒരു അടയാളമായിരുന്നു. ഇത് യേശുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടയാളം. കാരണം യേശുവിന് ഈ ഒരു ഭക്ഷണമായിട്ട്, മീൽസായിട്ട് എപ്പോഴും ഒരു കണക്ഷനുണ്ട്. യേശു ഈ അപ്പം മുറിക്കുന്ന സമയത്താണ് തൻ്റെ ആ ഒരു ഇൻറ്റിമസി യേശു കൂടുതലായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. യേശു ഒരു കൂട്ടായ്മ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. യേശുവിന് ഈ അപ്പം മുറിക്കലിന് ഒരു ശൈലിയുണ്ട്. ഈ ശൈലി കണ്ടപ്പോൾ ഇവർക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി, ഇത് ക്രിസ്തുവാണോ, ഇത് യേശു തന്നെയാണോ എന്നുള്ളൊരു സംശയം ഇവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. കാരണം യേശുവിനൊരു അപ്പം മുറിക്കലിനൊരു സ്വഭാവമുണ്ട് അല്ലേ. അപ്പം മുറിക്കലിന് യേശുവിൻ്റേതായിട്ടുള്ളൊരു സ്വഭാവം ആ അപ്പം മുറിക്കലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു എന്താ ചെയ്തത്? അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇതവർക്ക് യേശുവാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളമായി മാറി. പിന്നീട് നമ്മളിത് മീൽ സെറ്റ് എമ്മാവൂസ് എന്നും പറയുന്നുണ്ട് ഇതിനെ. ഓക്കെ, ആൻഡ് ഇതാണ് അവർക്ക് യേശുവിൻ്റെ ആ ഒരു ദൈവികമായിട്ടുള്ളൊരു സ്വഭാവത്തെ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയൊരു അടയാളം. ബൈബിളിൽ തന്നെ ഏറ്റവും വലിയൊരു പോർഷനായിട്ടാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, 31-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. കണ്ടോ, അതവർക്കൊരു അടയാളമായിട്ട് തോന്നി. ഇത് യേശുവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരടയാളമായിരുന്നു ആ അപ്പം മുറിക്കൽ. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. കണ്ണ് തുറക്കപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് അവർക്ക് സംഭവിച്ചു. യേശു ആരെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അവർ അവനെ തിരിച്ചറിഞ്ഞു. കണ്ടോ, യേശുവിനെ അവർ റെക്കഗ്നൈസ് ചെയ്തു. ഇത്രയും നേരം കൺഫ്യൂഷനിൽ നിന്ന ആൾക്കാർ, ഇത്രയും നേരം വിഷമത്തിൽ സങ്കടത്തിൽ നിന്ന ആൾക്കാർ, ഇത്രയും നേരം വിശ്വാസമില്ലായ്മയിൽ നിന്ന ആൾക്കാർ പെട്ടെന്ന് എന്തിലേക്ക് വന്നു? തിരിച്ചറിവിലേക്ക് വന്നു. തൊട്ടു മുന്നേ ആരുടെ തിരിച്ചറിവാണ് നമ്മൾ കണ്ടത്? മഗ്ദലന മറിയത്തിൻ്റെയും കൂട്ടരുടെയും തിരിച്ചറിവ്. ഇവിടെ നമ്മൾ കാണുന്നത് എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ തിരിച്ചറിവ്. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ യേശുവിൻ്റെ ആവശ്യം എന്തായിരുന്നു? യേശുവാണ് അതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവരത് മനസ്സിലായി എന്നറിഞ്ഞ ആ മൊമെൻറ്റിൽ യേശു അവരുടെ മുന്നിൽ നിന്ന് വാനിഷായി, അപ്രതീക്ഷിതനായി. ഓക്കെ, 32-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അപ്പോൾ എന്തെന്നാ പറയുന്നത്? വഴിയിൽ വെച്ച് യേശു നമുക്ക് എന്ത് ചെയ്തു തന്നു?
വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു തന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഹൃദയം ജ്വലിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യേശുവിൻ്റെ പഠനത്തിൻ്റെ ആ പഠിപ്പിക്കലിൻ്റെ ആ പവർ, ജീസസിൻ്റെ ടീച്ചിങ്സിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് അത് അത്രമാത്രം പവർഫുള്ളാണ്, അത്രമാത്രം വൈകാരികമാണ്, അത്രമാത്രം നമ്മുടെ ആത്മീയതയെ ഉണർത്തുന്നതാണ്. അവരുടെ ഹൃദയം ജ്വലിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം അവരുടെ ഹൃദയം ആത്മീയമായിട്ട് ഉണർന്നു. എപ്പോൾ? യേശു അവരെ ലിഖിതങ്ങൾ പഠിപ്പിച്ചപ്പോൾ, ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, പ്രവാചകന്മാരുടെ ഓരോ പ്രവചനങ്ങളും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പോൾ വിശ്വാസം എപ്പോൾ വർദ്ധിക്കുന്നുവോ അവിടെ എന്ത് സംഭവിക്കുന്നു? യേശുവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ യേശു തൊട്ടടുത്ത് നിന്നാൽ പോലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. 33-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. തിടുക്കത്തിൽ, ഇമ്മീഡിയറ്റ്, അപ്പം തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. കാരണം അവിടെയാണ് യേശുവിൻ്റെ അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും ഒക്കെ ഉള്ളത്. അവർ തിരിച്ചപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി. കാരണം മഗ്ദലന മറിയമൊക്കെ ചെയ്തത് തന്നെ. തിരിച്ചു വന്ന എല്ലാവരെയും ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വരികയാണ്. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. അപ്പോൾ മഗ്ദലന മറിയമൊക്കെ ചെയ്തതുപോലെ തന്നെ തിരിച്ചു വന്ന് 11 അപ്പോസ്തലന്മാരെയും അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ മറ്റ് ശിഷ്യന്മാരെയും ഒക്കെ കണ്ടു. 34-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ സീൻ എന്താണ്? ഓൾറെഡി അവിടെ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ശിമയോന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ്? തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് മീൻ പിടിക്കുന്ന സമയം. ഞാൻ പറയുന്നിടത്ത് വലയിട്, നിങ്ങൾക്ക് മീനെ കിട്ടും എന്ന് പറയില്ലേ? മീനെ കിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ യേശു വന്നിട്ട് അവരോട് ഞാൻ പറയുന്നിടത്ത് വലയിടും എന്ന് പറയില്ലേ, തിബേരിയോസ് കടൽ തീരത്തിന് വെച്ചിട്ട്. ആ സംഭവത്തിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഓൾറെഡി യേശുവിൻ്റെ ഉദിതനായ യേശുവിൻ്റെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്ന് അവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതും അവരുടെ കൂടെ യേശു ഭക്ഷണത്തിനിരുന്നതും പറയുന്നത്. ഓക്കെ, അതാണ് 34-ാമത്തെ വാക്യം. 35-ാമത്തെ വാക്യം ഇതാണ്. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു. അവരെന്താ വിവരിച്ചത്? വഴിയിൽ വെച്ച് യേശുവിനെ അവർ കണ്ടുമുട്ടി, വഴിയിൽ വെച്ച് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുകയാണ്. യേശു ഞങ്ങൾക്ക് ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു തന്നു, പ്രവാചകന്മാർ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നു. അവസാനം അപ്പം മുറിച്ചപ്പോൾ ഞങ്ങൾക്ക് അവനെ മനസ്സിലായി, അത് യേശുവാണെന്ന് ഞങ്ങൾക്ക് അവനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം അവർ വിവരിക്കുകയാണ്. ഇതാണ് 2ാമത്തെ ഹെഡിങ് ആയിട്ടുള്ള എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. അടുത്തത് 3ാമത്തെ ഹെഡിങ് ആണ്. യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാൻ പോകുന്നതാണ്. 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 36-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യ പ്രത്യക്ഷനായി അവരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. അപ്പം എന്താ പറയുന്നത്? അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമേതാണ്, യാഥാർത്ഥ്യമേതാണ് എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരിതിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യേശു അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെടുക, നടുക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എവിടെ പ്രത്യക്ഷപ്പെടുന്നത്? നടുക്ക്. യേശു പെട്ടെന്ന് അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടിട്ടോട് അവരോട് അരുൾ ചെയ്യാണ്, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനം ആശംസിക്കുക എന്ന് പറയുന്നത് ബൈബിളിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഗ്രീറ്റിങ്സ് ആണ്. നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒക്കെ വിഷയമില്ലേ, അതുപോലെ ബൈബിളിൽ ഉടനീളം നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു റീഅഷുറൻസ് കൊടുക്കുന്ന ഒരു ഗ്രീറ്റിങ്സ് ആണ് ആക്ച്വലി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കാണുമ്പോൾ യേശു അത് ആശംസിക്കുമ്പോൾ അവരെന്താ ചെയ്തത്? അവർ ഭയന്ന് വിറച്ചു. അത് യേശുവാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവർ പെട്ടെന്ന് അത് കണ്ട് ഭയന്ന് വിറയ്ക്കുകയാണ് ചെയ്തത്. 37-ാമത്തെ വാക്യം എന്തെന്നാണ്? ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. വെറുതെ എല്ലാവരും പേടിച്ചത്. അവരെന്താ പേടിച്ചത്? യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് ഭൂതമാണെന്ന് വിചാരിച്ച് അവർ പേടിക്കാൻ തുടങ്ങി. ഓക്കെ, കാരണം അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല. യേശു അവരുടെ മധ്യേ ഇങ്ങനെ വരുമെന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നായതുകൊണ്ട് അവർ പേടിച്ചു. 38-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? 2 മെയിൻ ചോദ്യങ്ങളാണ് യേശു അവരോട് ചോദിക്കുന്നത്. അവരുടെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥയാണ് യേശു ഇവിടെ
ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആദ്യം ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങൾ പേടിക്കുന്നത് എന്തിന്? നിങ്ങൾ ഭയക്കുന്നത് എന്തിന്? രണ്ടാമത് ചോദിക്കുന്നത് എന്തെന്നാണ്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? നിങ്ങളുടെ ഉള്ളിൽ സംശയവും വിശ്വാസവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കൺഫ്യൂഷനും റെക്കഗ്നിഷനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താണ്? സംശയവും വിശ്വാസവും തമ്മിൽ ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉയരുന്നത്? ഇപ്പോൾ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? എന്തായിരിക്കും ഉദ്ദേശിച്ചേക്കണേ? ഭയപ്പെടുന്നത് എന്തിന്? രണ്ടാമത് എന്താ ചോദിച്ചേക്കണേ? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളും വിശ്വാസവും തമ്മിലുള്ള ആ ഒരു യുദ്ധം നടക്കുന്നത് എന്തിന്? അതാണ് അവിടെ യേശു ഉദ്ദേശിക്കുന്നത്. 39-ാമത്തെ വാക്യത്തിൽ പറയാണ്, എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. അപ്പോൾ എൻ്റെ ഒരു ഫിസിക്കൽ ബോഡി നിങ്ങൾ കാണും, എൻ്റെ കൈ നിങ്ങൾ കാണും, എൻ്റെ കാല് നിങ്ങൾ കാണും. നിങ്ങൾക്കുള്ളതുപോലെ മനുഷ്യനുള്ളതുപോലത്തെ കാര്യങ്ങളല്ലേ എനിക്കുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുവിൻ. നിങ്ങൾ തന്നെ സ്വയം ഇത് വിലയിരുത്തുവിൻ. എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. 40-ാമത്തെ വാക്യം പറയാണ്, എന്നെ സ്പർശിച്ചു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ആകാൻ വേണ്ടിയിട്ട് യേശു സ്വയമേ ഒരു എവിഡൻസ് ആവുകയാണ്. ഓക്കെ, സ്വയമേ ഒരു സാക്ഷ്യമാവുകയാണ്. എന്നെ സ്പർശിച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് കണ്ടിട്ട്, എൻ്റെ ഫിസിക്കൽ ബോഡി കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം ആവണില്ലെങ്കിൽ നിങ്ങൾ എന്നെ തൊട്ട് നോക്കിക്കോ. എന്നെ പോലത്തെ മാംസവും അസ്ഥികളും ഒരിക്കലും ഭൂതത്തിനുണ്ടാവില്ല, അല്ലേ? ഭൂതത്തിന് ഒരിക്കലും മനുഷ്യനെ പോലത്തെ മാംസവും അസ്ഥികളും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്നെ സ്പർശിച്ച് നോക്കിക്കോ. കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്തവർ തൊട്ട് വിശ്വസിച്ചോ. എന്നെ പോലത്തെ അസ്ഥിയും മാംസവും ഭൂതത്തിനില്ലല്ലോ. അപ്പം ഞാൻ ഭൂതമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ, നിങ്ങൾ ഭയപ്പെടേണ്ട. 41-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആദ്യം യേശു കണ്ടിട്ട് വിശ്വസിക്കാൻ പറഞ്ഞു. എൻ്റെ ബോഡി കണ്ട് നിങ്ങൾ വിശ്വസിക്കുക, കൈയും കാലും കണ്ട് വിശ്വസിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ എന്നെ തൊട്ട് വിശ്വസിക്കാൻ പറഞ്ഞു. ഞാൻ ഭൂതമല്ല, മനുഷ്യനാണ് എന്നുള്ളത് തൊട്ട് വിശ്വസിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ എന്നുള്ളതാണ് ഈ 41-ാമത്തെ വാക്യം. അവിടെ യേശു പറയുക എന്താണ്? ശിഷ്യന്മാർക്ക് സന്തോഷമായി, യേശു തിരിച്ചെത്തി, യേശു ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് സന്തോഷമായി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. അപ്പോഴും അത് യേശു ആണെന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അത് യേശു തിരിച്ച് മരണത്തെ ജയിച്ച് വന്നതാണ്, അല്ലെങ്കിൽ ഉയർത്ത് വന്നതാണ് എന്ന് വിശ്വസിക്കാനായിട്ട്, അതല്ലെങ്കിൽ യേശു മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവർക്ക് അപ്പോഴും ആ കാര്യത്തോട് അവിശ്വാസമാണ്. അപ്പോഴും അവർക്ക് അത്ഭുതമാണ്. സന്തോഷമുണ്ട്, യേശുവിനെ കണ്ടതിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷെ അവർക്ക് അവിശ്വാസവും അത്ഭുതവും കണ്ടപ്പോൾ യേശു തിരിച്ച് മനുഷ്യനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് വിശപ്പ് ഭൂതത്തിനുണ്ടോ? ഇല്ല, അത് മനുഷ്യർക്കേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് യേശു ഇവിടെ ആ പ്രസക്തമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? യേശു ഫിസിക്കലായിട്ടുള്ളൊരു ബീയിങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യേശു 3-മതായിട്ട് പറയുന്നതാണ് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ആദ്യം കണ്ടു നോക്കാൻ പറഞ്ഞു, രണ്ടാമത് തൊട്ടു നോക്കാൻ പറഞ്ഞു, 3-മത് മനുഷ്യനാണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിശക്കണ് എന്നുള്ള രീതിയിലാണ് യേശു പറയുന്നത്. 42-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അപ്പോൾ അത്ര അത്ഭുതപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരത് ചെയ്യുമായിരുന്നോ? പെട്ടെന്ന് നമ്മുടെ ഇടയിലേക്ക് ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് തിന്നാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൈയും കാലൊക്കെ വിറക്കും, നമ്മൾ പേടിച്ചിരിക്കും. പക്ഷേ ഇവിടെ ശിഷ്യന്മാരെന്താ ചെയ്യുന്നത്? ഒരു കഷ്ണം വറുത്ത മീൻ കൊടുക്കുകയാണ്. അവൻ തിന്നൂലേന്ന് നമുക്ക് നോക്കാം. യേശു ഫിസിക്കലായിട്ട് തന്നെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ യേശു ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അവർക്ക് പ്രൂഫ് വേണം. അതിന് വേണ്ടിയിട്ട് അവർ അപ്പം തന്നെ ഒരു മീനെടുത്ത് കൊടുക്കുകയാണ്. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി, കൈയും കാലും വിറക്കും, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴും. പക്ഷേ ശിഷ്യന്മാരെന്താ ചെയ്തത്? അവർക്കത് തെളിവ് വേണം, യേശു ആണ് അതെന്നുള്ളതിന് തെളിവ് വേണം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു മീനെടുത്ത് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് പ്രൂഫ് വേണം, നീ അത് പ്രൂവ് ചെയ്ത് കാണിക്ക് എന്ന് പറഞ്ഞ് ഒരു മീനെടുത്ത് കൊടുക്കുകയാണ്. 43-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവൻ അതെടുത്ത് അവരുടെ മുൻപിൽ വെച്ച് ഭക്ഷിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു മാനുഷികമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്, അല്ലേ? യേശു അത് ചെയ്ത് കാണിച്ചു കൊടുത്തു. അവർക്കതൊരു പ്രൂഫായിട്ട് മാറുകയാണ്, അവർക്കത് വലിയൊരു എവിഡൻസ് ആയിട്ട് മാറുകയാണ്. 44-ാമത്തെ വാക്യം, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ
യേശുവാണ് അതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് യേശു അവർക്ക് ഇതുപോലെ മറ്റ് 2 ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത പോലത്തെ കാര്യങ്ങൾ ബാക്കിയുള്ള അപ്പോസ്തലന്മാർക്കും പറഞ്ഞു കൊടുക്കുന്നത്. 44-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബൈബിളിലെ 3 പുസ്തകങ്ങൾ, ഹീബ്രു ബൈബിളിലെ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. എന്തെന്നാണ്? മോശയുടെ നിയമത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? മോശയുടെ നിയമത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എടുക്കുക. ഉൽപ്പത്തി, പുറപ്പാട്, ലേവി, സംഖ്യ, നിയമാവർത്തനം. ഓക്കെ, ഈ 5 പുസ്തകങ്ങൾ എടുത്താൽ അതിൻ്റെ അകത്ത് നമുക്ക് ദൈവത്തിൻ്റെ കുറേ നിയമങ്ങളും റൂൾസും റെഗുലേഷൻസ് ഒക്കെ കാണാൻ പറ്റും അല്ലേ? അത് മാത്രമല്ല മിശിഹായെക്കുറിച്ചിട്ടുള്ള പ്രവചനങ്ങളും നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ മോശയുടെ നിയമത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് എന്താണ്? പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രവാചകന്മാരായിട്ടുള്ള ഏശയ്യാ പ്രവാചകൻ, ജെറേമ്യ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകനൊക്കെ മിശിഹായുടെ റോളിനെ കുറിച്ച്, അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭൂമിയിലെ ജനങ്ങളുടെ പാപം മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മിശിഹ വരുമെന്നും അവനിലൂടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുള്ളൂ എന്നുള്ളതിനൊക്കെ സൂചനകൾ അവരുടെ പ്രവചനങ്ങളിൽ നൽകിയിട്ടുണ്ട്. മൂന്നാമത് എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങളിൽ. ഈ സങ്കീർത്തനത്തിലെ ഓരോ പ്രാർത്ഥനയും ആരെയാണ് പോയിന്റ് ചെയ്യുന്നത്? ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? യേശുവിനെ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ കൂടെ നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ? ഈ 3 കാര്യങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 45-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ടേണിംഗ് പോയിന്റ് ഇവിടെയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം യേശു അവരുടെ മനസ്സിനെ തുറക്കുകയാണ്. ആത്മീയമായിട്ടുള്ള സത്യങ്ങൾ തിരിച്ചറിയാൻ പാകത്തിന് യേശു അവരുടെ മനസ്സിനെ ഒരുക്കുകയാണ്. ഇവിടെയാണ് ഇവരുടെ ആത്മീയമായിട്ടുള്ള ഉണർവിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, സ്വയമേ വ്യാഖ്യാനിക്കാനായിട്ടുള്ള കഴിവും കൂടി ആർക്ക് കൊടുക്കുകയാണ്? ഈ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുകയാണ്. യേശുവിലുള്ള അവരുടെ വിശ്വാസം കൂടുതൽ ബലപ്പെടുത്തുകയാണ്. യേശുവിലുള്ള അവരുടെ വിശ്വാസം കൂടുതൽ ബലപ്പെടുത്തുകയാണ്. അവരുടെ ചിന്താഗതിയെ തന്നെ യേശു മാറ്റിമറിക്കുകയാണ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് അവർക്കിവിടെ ലഭിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് യേശു തുറന്നു എന്നാണ് പറയുന്നത് ആ മൊമെൻറ്റിൽ. 46-ാമത്തെ വാക്യം പറയാണ്, അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. എങ്ങനെയാണ് ഈ പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ടിട്ടുള്ളത്? ക്രിസ്തു സഹിക്കും അല്ലേ? ക്രിസ്തു സഹിക്കും. ക്രിസ്തു സഹനത്തിലൂടെ എന്ത് ചെയ്യും? മരിക്കും. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടും. ഇതെല്ലാം ചെയ്യണം. കാരണം ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുകയാണ്, പ്രീ ഡിറ്റർമൈൻഡ് ആണ്, ഓൾറെഡി നേരത്തെ ദൈവം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പം യേശുവാണ് നമ്മുടെ വിമോചകൻ. പാപമോചനം യേശുവിലൂടെയേ സാധിക്കുകയുള്ളൂ. മാനസാന്തരപ്പെടണം, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുമെന്നുള്ള വലിയൊരു സത്യം യേശുവിൻ്റെ നാമത്തിലേ നടക്കുകയുള്ളൂ. അതെവിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്? ജെറൂസലേമിൽ. കാരണം ഇപ്പോൾ ശിഷ്യന്മാർ എവിടെയാണ് നിൽക്കുന്നത്? ജെറൂസലേമിലാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ ഈ കാര്യങ്ങൾ, പാപമോചനം യേശുവിലൂടെ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യം ജനതകളിലേക്ക് അറിയിക്കേണ്ടത് ആരാണ്? ഈ അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ജെറൂസലേമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജെറൂസലേമിൽ നിന്ന് എല്ലാ ജനതകളോടും, ലോകത്തിലുള്ള എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്ത് കാര്യം? പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിലാണ്, യേശുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ പാപമോചനത്തിനുള്ള അനുതാപം ഇരിക്കുന്നത്. അത്രമാത്രം അധികാരമുള്ള ആളാണ് ആര്? യേശു ക്രിസ്തു. ഓക്കെ, ലോകത്തിന് മുഴുവൻ സന്ദേശം നൽകുകയാണ് അല്ലേ? ഈ ശിഷ്യന്മാർ ലോകമെങ്ങും പോകണം. പക്ഷെ എവിടെ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നവരുടെ ദൗത്യം? ജെറൂസലേമിൽ നിന്ന്. അത് ചൂണ്ടിക്കാണിക്കാണ്. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവരുടെ അജപാലന ദൗത്യത്തെയാണ് യേശു ആ ചൂണ്ടിക്കാണിക്കുന്നത്. 48-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഞാൻ മുൻപ് പറഞ്ഞ പ്രവാചകന്മാർ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ ജീവിതത്തിനും എൻ്റെ സഹനത്തിനും എൻ്റെ മരണത്തിനും എൻ്റെ ഉയർപ്പിനും ഇനി സംഭവിക്കാൻ പോകുന്ന സ്വർഗാരോഹണത്തിനെല്ലാം നിങ്ങൾ സാക്ഷികളാണ്.
49 വാക്യത്തിൽ പറയാണ്, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അപ്പോൾ യേശു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും യേശുവിനറിയാം പുറത്തുപോയി യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ പാകത്തിന് ധൈര്യം അപ്പോസ്തലന്മാർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് പുറമേ അധികാരികളൊക്കെ ഭയമാണ് അല്ലേ. അപ്പോൾ യേശു അവരോട് പറയാണ്, നിങ്ങളെ ഞാൻ ഉന്നതത്തിൽ നിന്ന് സംരക്ഷിക്കും, ഉന്നതത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ശക്തി അഴയ്ക്കും, നിങ്ങളിതിന് പ്രാപ്തരാകും. അതുവരെ നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങരുത്, ഇവിടെ തന്നെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കണം, ജെറുസലേം നഗരത്തിൽ തന്നെ നിങ്ങൾ ആയിരിക്കണം എന്ന് യേശു അവരോട് പറയാണ്. അപ്പോൾ എന്താ പറയുന്നത്? എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കും. അതെന്താണ് ആ വാഗ്ദാനം? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് ഞാൻ ഉന്നതത്തിൽ നിന്ന് നിങ്ങൾക്ക്, പരിശുദ്ധാത്മാവിലൂടെ ഉന്നതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. നിങ്ങൾ ആ ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അങ്ങനെ എത്ര ദിവസം അവർ നഗരത്തിൽ വസിച്ചു? പെന്തക്കോസ്ത ദിവസം വരെ. പെന്തക്കോസ്ത ദിവസം അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ് അല്ലേ. ആ ഒരു സമയം വരെയും ശരിക്കും പറഞ്ഞ ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പ്രിപ്പറേഷനാണ്. അവർ ഒരുക്കുകയായിരുന്നു. അവർ യേശു ശരിക്കും ആ ഒരു കാലയളവിൽ ഒരുക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ട്. ലോകമെങ്ങുമുള്ള ജനതയെ ഈ വാർത്ത അറിയിക്കണം. യേശു പാപമോചനം യേശുവിൻ്റെ നാമത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് ലോകമെങ്ങും പോയി അറിയിക്കണം അല്ലേ. എല്ലാ ചാലഞ്ചസും എല്ലാ ബുദ്ധിമുട്ടുകളും മറികടന്ന് അവരത് ചെയ്യണം, ആ ദൗത്യം. അതിന് വേണ്ടിയിട്ട് യേശു അവരെ ആക്ച്വലി എന്ത് ചെയ്യായിരുന്നു? ഒരുക്കുമായിരുന്നു. ആ സമയത്ത് അവർ ശരിക്കും എന്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു അല്ലേ. ശരിക്കും അത് അവരുടെ ഒരു വെയിറ്റിംഗ് പീരീഡായിരുന്നു. പീരീഡ് ഓഫ് വെയിറ്റിംഗ് ആയിരുന്നു ആക്ച്വലി ആർക്ക്? ഈ അപ്പോസ്തലന്മാർക്ക്. ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്ന് അവരെ തന്നെ ഒരുക്കുന്ന സമയം. എപ്പോൾ വരെ? പെന്തക്കോസ്ത ദിവസം വരെ. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഹെഡിങ്. നാലാമത്തെ ഹെഡിങ് ആണ് യേശുവിൻ്റെ സ്വർഗാരോഹണം. യേശുവിൻ്റെ സ്വർഗാരോഹണം. ഇവിടെ എന്താണ്? സ്വർഗാരോഹണം, സ്വർഗാരോപണം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? രണ്ടും വ്യത്യസ്തമുണ്ടോ? സ്വർഗാരോഹണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയമേ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുക. പക്ഷേ മാതാവിന് നമ്മൾ പറയുന്നത് സ്വർഗാരോപണം എന്നാണ്. രോപണ തിരുനാൾ, രോപണം. അതെന്തുകൊണ്ടിട്ടാണ്? മറ്റൊരാളാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാണ്. ദൈവം സ്വർഗത്തിലേക്ക് എടുത്തതാണ് മാതാവിനെ. മറിച്ച് യേശു എന്താണ്? സ്വന്തമായി സ്വർഗത്തിലേക്ക് പോയതാണ്. അതാണ് സ്വർഗാരോഹണം. മാതാവിൻ്റെ എന്താണ്? സ്വർഗാരോപണം. തെറ്റിപ്പോവരുതേ. അപ്പം നമ്മുടെ ഈ ഹെഡിങ് എന്താണ്? യേശുവിൻ്റെ സ്വർഗാരോഹണം. 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഹെഡിങ്ങിന് കീഴിലുള്ളത്. ചെറിയൊരു ഹെഡിങ് ആണേ. 50-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവൻ അവരെ ബെഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. എവിടെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ബെഥാനിയ എന്ന് പറയുന്ന സ്ഥലത്ത്. യേശു ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അപ്പോസ്തലന്മാർക്ക് യേശു ആ സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ സ്ഥലത്തിനപ്പം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? ഉണ്ട്. യേശു ജെറൂസലേമിലും അതോടൊപ്പം തന്നെ നസ്രത്തിലും, തൻ്റെ സ്വന്തം പട്ടണത്തിലും യേശു ഭയങ്കരമായിട്ട് തിരസ്കരിക്കപ്പെട്ടു. ഭയങ്കരമായിട്ട് കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നു യേശുവിന്. പക്ഷേ യേശുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയതും യേശുവിന് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയതും ഏറ്റവും നല്ലൊരു സ്വീകരണം കിട്ടിയതും ഒക്കെ എവിടെ നിന്നാണ്? ഈ ബെഥാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. യേശുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ലാസർ ഉള്ളത് ബെഥാനിയയിലാണ്. യേശുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ലാസറിൻ്റെ സഹോദരിമാർ മാർത്ത, മറിയം ഉള്ളത് ഇവിടെയാണ്, ബെഥാനിയയിലാണ്. യേശുവിന് ശരിക്കും മരണശേഷം, സംസ്കാരത്തിന് ശേഷം ശരിക്കും ലേപനം കിട്ടിയോ? ഇല്ല. പക്ഷെ ഓൾറെഡി ജീവിച്ചിരുന്നപ്പോൾ തന്നെ യേശുവിന് ലേപനം കിട്ടിയതായിട്ട് ലൂക്കാ സുവിശേഷകൻ സൂചിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ്? മറിയം യേശുവിൻ്റെ കാല് എന്ത് ചെയ്യുന്നുണ്ട്? ലേപന വസ്തുക്കൾ കൊണ്ട് അനോയിറ്റ് ചെയ്യുന്നുണ്ട്, ലേപനം ചെയ്യുന്നുണ്ട്. അത് സംഭവിക്കുന്നത് എവിടെയാണ്? ഈ ബെഥാനിയിലാണ്. യേശു ജെറൂസലേമിലേക്ക് തൻ്റെ രാജകീയ പ്രവേശനം നടത്തുന്നത് എവിടെ നിന്നാണ്? ഈ ബെഥാനിയിൽ നിന്നാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള, യേശുവിൻ്റെ സുഹൃത്തായിട്ടുള്ള ലാസറിനെ ഉയർപ്പിക്കുന്നത് ഈ ബെഥാനിയിലാണ്. അപ്പോൾ അത്രമാത്രം യേശുവിൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് ബെഥാനി. ആ സ്ഥലം തന്നെയാണ് യേശു തൻ്റെ സ്വർഗാരോഹണത്തിന്, അല്ലെങ്കിൽ യേശു ഭൂമിയിൽ ഏറ്റവും അവസാനമായിട്ട് നിൽക്കാനായിട്ട് സെലക്ട് ചെയ്ത സ്ഥലവും ഈ ബെഥാനി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ബെഥാനിയ വരെ ആരെ കൂട്ടിക്കൊണ്ടുപോയി? ഈ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി യേശു അവരെ അനുഗ്രഹിച്ചു. കണ്ടോ, ഇവിടെയാണ് ജെറുസലേം ഉള്ളത്, ഇവിടെയാണ് ബെഥാനി ഉള്ളത്. ഓക്കെ, അപ്പോൾ ബെഥാനിയിലേക്ക് അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവരെ യേശു ബ്ലെസ് ചെയ്യാണ്, അനുഗ്രഹിക്കുകയാണ്. ഓക്കെ, അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു.
അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? യേശു അപ്പോസ്തലന്മാരെ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് സംഭവിക്കുന്നത് എന്താണ്? അനുഗ്രഹിച്ചുകൊണ്ടിരിക്കവേ അവൻ അവരിൽ നിന്ന് മറയുകയും കഴിഞ്ഞു. യേശുവിൻ്റെ ഭൂമിയിലെ ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ജോലികൾ, ദൗത്യങ്ങൾ കഴിഞ്ഞു. ഇനി യേശുവിൻ്റെ ആ ഒരു ഭൗതികമായിട്ടുള്ള പ്രസൻസ് ഭൂമിയിൽ ആവശ്യമില്ല. അപ്പോൾ ഒരു പാർട്ടിംഗ് ആണ്. എർത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉള്ള യേശുവിൻ്റെ ആ ഒരു ഒരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ഒരു പാർട്ടിംഗ് എന്ന് നമ്മൾ പറയില്ലേ. കാരണം ഭൂമിയിൽ യേശുവിൻ്റെ ദൗത്യം കംപ്ലീറ്റും കഴിഞ്ഞു. ഇനി യേശുവിൻ്റെ ആ ഒരു ബോഡിലി പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ടുള്ളൊരു പ്രസൻസ് കൊണ്ട് കാര്യമില്ല, കഴിഞ്ഞു, അതിൻ്റെ ആവശ്യം ഇനിയില്ല. അപ്പോൾ യേശു എന്ത് ചെയ്യാണ്? അവരുടെ മുന്നിൽ നിന്ന് മറയുകയാണ്. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. തിരികെ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് യേശു പോവുകയാണ്. ഇനി യേശു എവിടെ ഇരിക്കാൻ പോണേ? ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കും, അല്ലേ? സ്വർഗത്തിലേക്ക് പോയി യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? ബഥാനിയിലെത്തി ആദ്യം അവരെ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും യേശുവിന് അവസാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആരുടെ കയ്യിലേക്ക് ഇപ്പോൾ കൊടുത്തേക്കുന്നത്? അപ്പോസ്തലന്മാരുടെ കയ്യിലേക്കാണ് കൊടുത്തേക്കുന്നത്. വലിയ രീതിയിൽ യേശു അവരെ അനുഗ്രഹിക്കുകയാണ്. രണ്ടാമത് എന്താ ചെയ്യുന്നത്? അനുഗ്രഹിക്കവേ യേശു അവരിൽ നിന്ന് മറയുന്നു, പാർട്ട് ചെയ്യുന്നു. യേശുവിൻ്റെ ഭൗതികമായിട്ടുള്ള ശരീരം ഭൂമിയിൽ നിന്ന് അവസാനമായിട്ട് പോവാണ്. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. പിതാവിൻ്റെ അടുത്തേക്ക് തിരികെ ചെല്ലുകയാണ്. അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. ശിഷ്യന്മാർ 2 കാര്യങ്ങളാണ് ചെയ്തത്. എന്താണ്? ഒന്ന്, യേശുവിനെ ആരാധിച്ചു, അല്ലേ? യേശു മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞു. യേശു മരണത്തെ ജയിച്ചു എന്ന് തിരിച്ചറിഞ്ഞു. മരിച്ചില്ല, ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് തിരിച്ചറിഞ്ഞു. അതാണ് അവർ ആരാധിച്ചു എന്ന് പറയുന്നത്. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. കാരണം യേശു അവരോട് പറഞ്ഞിരിക്കുന്നത് ജെറൂസലേം നഗരത്തിൽ നിന്ന് ഇനി ഞാൻ ഉന്നതത്തിൽ നിന്ന് ശക്തി അഴക്കാതെ നിങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി, അത്രമാത്രം ഇമോഷണൽ ഇമ്പാക്റ്റ് യേശുവിന് ഉണ്ടാകാനായിട്ട് സാധിച്ചു. അത്രമാത്രം സന്തോഷത്തോടു കൂടി അവർ ജെറൂസലേമിലേക്ക് മടങ്ങി. 53-ാമത്തെ വാക്യം എന്തെന്നാണ് പറയുന്നത്? അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഇതായിരുന്നു അവരുടെ പ്രിപ്പറേഷൻ ടൈം. ഇങ്ങനെയാണ് അവർ പിന്നീടുള്ള ദിവസങ്ങൾ, പെന്തക്കോസ്ത ദിവസം വരെയും ദേവാലയത്തിൽ ചെല്ലുക, ദൈവത്തിനെ സ്തുതിക്കുക, ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ ദിനചര്യകൾ. കാരണം അവരെ തന്നെ ഒരുക്കുകയായിരുന്നു വലിയ ദൗത്യത്തിലേക്ക്. ഇതാണ് 53-ാമത്തെ വാക്യം. ഇതാണ് നമ്മുടെ 24-ാമത്തെ ലൂക്കാസ് സുവിശേഷകൻ എഴുതിയ അധ്യായങ്ങളിലെ ഏറ്റവും അവസാനത്തെ അധ്യായം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.